നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഫഷണൽ വാല്യൂ സ്റ്റേഷനിലെ റേസിസം ടോപ്പിക്കാണ് കേട്ടോ. മൈ നെയിം ഈസ് പുണ്യ. വെൽക്കം ടു ദ വീഡിയോ. റേസിസം ടോപ്പിക് എന്ന് പറയുമ്പോൾ സിനാരിയോ വരുന്നത് ഇങ്ങനെയായിരിക്കും. You come to see a racist comment posted publicly on social media platform by one of the registered nurses working with you. What you will need to do in this situation? So നിങ്ങൾ കാണുകയാണ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ്, ഫേസ്ബുക്കിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫ്രണ്ടാണ്. അവര് ഒരു റേസിസ്റ്റിക്കൽ കമന്റ് ഉള്ള ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു അവരുടെ പ്രൊഫൈലിൽ നിങ്ങൾ കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആസ് എ പ്രൊഫഷണൽ നിങ്ങൾ എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും? സോ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് കണക്റ്റഡ് അല്ല. നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് സ്റ്റിൽ റേസിസ്റ്റിക്കൽ ആയിട്ടുള്ള കമന്റ് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് മാർക്കിംഗ് ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റെക്കഗ്നൈസ് ദാറ്റ് പൈപ്പർ. ഇതിൽ പൈപ്പർ എന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ പൈപ്പർ എന്നാണ് അത് വായിക്കുന്നത്, പൈപ്പർ എന്ന് എഴുതിക്കുന്ന ഒരാളുടെ പേരാണ്, പൈപ്പർ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് കേട്ടോ. പൈപ്പർ ഈസ് നോട്ട് അഡ്ഹറിംഗ് ടു ഫണ്ടമെന്റൽ ടെനറ്റ്സ് ഓഫ് ദ കോഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്, വെൽബീങ്, റൈറ്റ്സ്, പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. സോ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ടെനന്റ് ആണ്. ഫണ്ടമെന്റൽ ടെനന്റ് എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് ഹെൽത്ത്, വെൽബീയിങ്, റൈറ്റ്സ്, പ്രൈവസി, ഡിഗ്നിറ്റി ടു ദ ഇൻഡിവിജ്വൽ. നമ്മുടെ പേഷ്യൻസ് ആകട്ടെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആകട്ടെ, എല്ലാവർക്കും അവരുടേതായ ഡിഗ്നിറ്റി കൊടുത്താണ് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. സോ ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? അവര് നമ്മുടെ ഈ തരത്തിലുള്ള ഫണ്ടമെന്റൽ ടെനന്റുമായിട്ട് അഡ്ഹർ അല്ല, അഡ്ഹർ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കാത്ത രീതിയിൽ ഉള്ള ഒരു പോസ്റ്റാണിതെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Recognizing that the action of posting racial abusive comments demonstrate personal attitudinal views that deviate from values of nursing profession. So, racial abusive ആയിട്ടുള്ള കമന്റ്സ് ഉള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ വ്യൂ ആണ്. എൻ്റെ ഒരു വ്യൂ ആയിട്ട്, ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന പോസ്റ്റ് എൻ്റെ വ്യൂ ആയിട്ട്, അതുപോലെ അങ്ങനത്തെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് അവരുടെ ഒരു വ്യൂ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയും അത് നമ്മുടെ പ്രൊഫഷണൽ വാല്യൂ, നമ്മുടെ നഴ്സിംഗിന്റെ പ്രൊഫഷണൽ വാല്യൂസുമായിട്ട് ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അക്നോളജ് മൈ പ്രൊഫഷണൽ ഡ്യൂട്ടി ടു റിപ്പോർട്ട് പൈപ്പേഴ്സ് അൺലോഫുൾ റേസിസ്റ്റ് ബിഹേവിയർ ടു ദെയർ മാനേജർ ആൻഡ് പ്രൊഫഷണൽ ബോഡി, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ. Failure to report concerns may bring their own practice into question and place their own registration at risk, reflecting duty of conduct. സോ എൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? പൈപ്പറിന്റെ മാനേജറിനെ, അതായത് നമ്മുടെ മാനേജറിനെ ആസ് സൂൺ ആസ് പോസിബിൾ അറിയിക്കുക. പിന്നെ പ്രൊഫഷണൽ ബോഡി NMC, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിനെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടി ഓഫ് കോണ്ടോർ ആണ്. ഫെയിലർ ടു റിപ്പോർട്ട്, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഫെയിലർ ആയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക? എൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷനെ റിസ്ക് ആക്കും, എൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള എൻ്റെ പ്രാക്ടീസിനെ, ഫിറ്റ്നസിനെ ക്വസ്റ്റ്യനും ചെയ്യും. സോ ആസ് സൂൺ ആസ് പോസിബിൾ അറിയിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി ഓഫ് കോണ്ടോർ ആണ്. നാലാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ ദാറ്റ് ഓൾദോ there are no clinical concern about Piper, patient may put at risk because of the racist attitude she hold. ഇതിലിപ്പോ പേഷ്യന്റ് സേഫ്റ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല, ക്ലിനിക്കലി റിലേറ്റഡ് ഒന്നും അല്ല. ബട്ട് എന്നിരുന്നാലും അവരുടെ റേസിസ്റ്റിക്കൽ ബിഹേവിയർ പേഷ്യന്റിന്റെ സേഫ്റ്റിയും റിസ്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. നാളെ ഒരു പേഷ്യന്റ് ആണ് വേറെ റേസിലുള്ള ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ അവരുടെ ഉള്ളിൽ റേസിസ്റ്റൽ വ്യൂസ് ഉണ്ടെങ്കിൽ അത് അവരുടെ നേരെയും പ്രയോഗിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഇൻഡയറക്ട്ലി ഒരു പേഷ്യന്റ് റിസ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, റിപ്പോർട്ട് ദ പോസ്റ്റ് ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻഡ് അൺഫ്രണ്ട് ദ കൊളീഗ് ടു ഡിസോസിയേറ്റ് ഫ്രം ദം. സോ ഞാൻ എന്ത് ചെയ്യും? ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യും. അതാണ് ഇമ്പോർട്ടൻറ്റ്, റിപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറില്ലേ സോഷ്യൽ മീഡിയ, അതുപോലെ അയാളുടെ ആ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയും അയാളെ അൺഫ്രണ്ട് ചെയ്യുകയും ചെയ്യും എന്നാണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്. സിക്സ്ത് പോയിന്റ് നോക്കാം. Recognizing that employer may share the event to the police
So they may require a formal statement. Racial abuse ഒരു നിയമപരമായ തെറ്റാണ്. സോ അത് ഉറപ്പായിട്ട് പോലീസിനെ അറിയിച്ചിരിക്കും. ആൻഡ് പോലീസിനെ അറിയിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ എഴുതുന്ന പോയിന്റ് എന്താണ്? എപ്പോഴും പോലീസിനെ അറിയിക്കുമ്പോൾ അതിന്റെ കൂടെ ഉള്ള പോയിന്റ് ആണ് നമ്മൾ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനും തയ്യാറായിരിക്കണം. സോ ഞാനൊരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കും, ബിക്കോസ് ഞാനാണ് ആ പോസ്റ്റ് കണ്ടത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. ഈ പോയിന്റുകളുടെ ഒക്കെ മുന്നിൽ ഐ വിൽ റെക്കഗ്നൈസ്, ഐ വിൽ അക്നോളജ്, ഐ വിൽ അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയുള്ള ഐ വിൽ എന്നുള്ള ചേർക്കുക. കാരണം നമ്മൾ പറയുന്ന രീതിയിലാണ് ഇത് എഴുതേണ്ടത്. സോ റേസിസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.